ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ബുക്കാൾസ്. ലെറ്റ്സ് ഓപ്പൺ ആ ബുക്ക്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റെയിൻ എന്ന് പറഞ്ഞിട്ടൊരു വർക്കാണ്. റെയിൻ ഇസ് റിട്ടൺ ബൈ ഡബ്ല്യു സോമർസെറ്റ് മൗഗം. അപ്പം നമുക്ക് റെയിനിൻ്റെ സമ്മറി നോക്കാം. റെയിൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു സ്റ്റീമർ ഷിപ്പാണ്. ആൻഡ് ടെസ് ബൗണ്ട് ഫോർ അമേരിക്കൻ സെമാവോ. നമ്മൾ കാണുന്ന പ്രോട്ടോഗോണിസ്റ്റ് ഡോക്ടർ മാക്ഫെയിലാണ്. നമ്മുടെ പ്രോട്ടോഗോണിസ്റ്റ് ഷിപ്പിൻ്റെ റെയിലിങ്ങിൽ നിൽക്കുകയാണ്. സ്മോക്കിംഗ്. അങ്ങനെ അവിടെ സ്മോക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ വൈഫും ഉണ്ട്. അപ്പോൾ വൈഫ് ഒരു കപ്പിളിനോട് സംസാരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ വൈഫ് സംസാരിക്കുന്ന ആ ഒരു കപ്പിൾ എന്ന് പറയുന്നത് ഡേവിഡ്സൺ ആണ്. ഡേവിഡ്സൺ കപ്പിൾ എന്ന് പറഞ്ഞാൽ അവരൊരു മിഷണറി കപ്പിളാണ്. അവർ സ്റ്റേഷൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇൻ എ ഡിസ്ട്രിക്റ്റ് ഓഫ് ഐലൻഡ്സ് ഇൻ സെമാവോ. അപ്പോൾ ഈ ഷിപ്പിൽ അല്ലെങ്കിൽ ക്രൂസിൽ ബാക്കി ആൾക്കാരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവും പകലും ഇല്ലാണ്ട് ഗാംബിൾ ചെയ്യും, അതുപോലെ ഡ്രിങ്ക് ചെയ്യുകയും ചെയ്താണ് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു കാര്യത്തിനോട് ഈ രണ്ട് കപ്പിളിനും ഡിസപ്രൂവൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോമൺ ഡിസപ്രൂവൽ കാരണം ഈ രണ്ട് കപ്പിളും എന്ത് ചെയ്തു? ഫ്രണ്ട്സായി. ഇനി അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ കാണുന്നത്. ഡോക്ടർ മാക്ഫെയിൽ, നമ്മുടെ പ്രോട്ടോഗോണിസ്റ്റ്, ഡെക്കിൽ നിന്നുകൊണ്ട് മിസ്സസ് ഡേവിഡ്സനോട് സംസാരിക്കുന്നതാണ് കാണുന്നത്. ഷിപ്പ് എന്ത് ചെയ്യാണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു പോർട്ടിലേക്ക് അടുക്കുന്നുണ്ട്, പോർട്ട് ഓഫ് പാഗോ. ഈ പാഗോയിൽ നിന്ന് ഇവരൊരു സ്കോണറിൽ കയറും. ഈ സ്കോണർ എവിടേക്കാണ് പോകുന്നത്? ക്യാപിറ്റലായിട്ടുള്ള ആപ്പിയിലേക്കാണ് പോകുന്നത്. ഈ സമയത്ത് മിസ്സസ് ഡേവിഡ്സൺ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ ഒരു സ്ഥലത്ത്, ഈ കാണുന്ന സ്ഥലത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരിക്കൽ പോലും സ്റ്റേഷൻ ചെയ്തിട്ടില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾ ഗ്ലാഡാണ് എന്നാണ് അവൾ പറയുന്നത്. അവർ ഭയങ്കര ഡിസ്പരാജിംഗ്ലി സംസാരിക്കുകയാണ് അവിടുത്തെ നേറ്റീവ്സിനെ പറ്റി. ഈ ഡിസ്പരാജിംഗ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? അവഹേളിച്ച് സംസാരിക്കില്ലേ, അങ്ങനെ സംസാരിക്കുകയാണ് ആ ഡിസ്ട്രിക്റ്റിലെ നേറ്റീവ്സിനെ പറ്റിയിട്ട്. അതുപോലെ അവരുടെ മാരേജ് കസ്റ്റംസിനെ പറ്റിയിട്ട്. ഈ ഡേവിഡ്സൺ കപ്പിൾ പറയുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ട്രഡീഷണൽ സാമുവൻ ഡാൻസിങ് ഇപ്പോൾ വന്ന് വെറും ഇമ്മൊറാലിറ്റി ആയി മാറിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഷിപ്പ് പിന്നെയും മൂവ് ചെയ്തിട്ട് ഹാർബറിൻ്റെ അടുത്തെത്തുന്നുണ്ട്. ഹാർബറിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഹാർബറിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡോക്ടർ മാക്ഫെയിൽ ഭയങ്കര അമേസ്ഡായി പോവാനുള്ള കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാരുടെ അവിടുത്തെ നേറ്റീവ് ട്രേഡേഴ്സിൻ്റെ മെഡിക്കൽ പ്രോബ്ലംസ് കണ്ടിട്ട്, അതായത് എലിഫൻറ്റിയാസിസ് പോലുള്ള ഒരുപാട് മെഡിക്കൽ പ്രോബ്ലംസ് അവർക്കുണ്ട്. അത് കണ്ടിട്ടാണ് നമ്മുടെ ഡോക്ടർ എന്ത് ചെയ്യുന്നത്? അമ്പരന്ന് പോകുന്നത്. അതുപോലെ തന്നെ മിസ്സസ് ഡേവിഡ്സൺ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ ആ മനുഷ്യരുടെ ക്ലോത്തിങ് ഭയങ്കര ഇൻഡീസൻ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവരതിൻ്റെ കൂടെ പ്രൗഡായിട്ട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഐലൻഡിലുണ്ടായിരുന്ന ഇതുപോലുള്ള ക്ലോത്ത്സ് ധരിക്കുന്ന ആ ഒരു നേറ്റീവ് കസ്റ്റം കംപ്ലീറ്റ്ലി നിർത്തലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലാരും ഇങ്ങനത്തെ ക്ലോത്ത്സ് ഒന്നും ധരിക്കാറില്ല എന്നൊക്കെ അവർ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നുണ്ട്. ഇവരവിടെ ലാൻഡ് ചെയ്യുമ്പോൾ ഇവർക്ക് ഭയങ്കര മോശമായിട്ടുള്ളൊരു വാർത്തയാണ് ആദ്യം കേൾക്കേണ്ടി വരുന്നത്. ഇവരുടെ സ്കോണറിലുണ്ടായിരുന്ന ഒരു ക്രൂ മെമ്പർ ഹൂ ഇസ് സപ്പോസ് ടു ട്രാൻസ്പോർട്ട് ദീസ് ട്രാവലേഴ്സ്, പുള്ളിക്ക് കഷ്ടകാലത്തിന് എന്ത് പറ്റി? മീസിൽസ് പിടിപെട്ടു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ സ്കോണറിന് ആ ഒരു ലാൻഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ആ സ്കോണറിലുള്ള വേറെ ആർക്കെങ്കിലും ഈ അസുഖം ഉണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ അത് ഉറപ്പാക്കിയിട്ട് മാത്രമാണ് ഇവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എന്ത് ചെയ്തു? അവരവിടെ സ്ട്രക്കായി. അവിടെയാണെങ്കിൽ ഭയങ്കര മഴയാണ്. വേറെ ഹോട്ടൽസ് ഒന്നും റെൻറ്റ് ചെയ്യാനും കിട്ടുന്നില്ല. ലാസ്റ്റ് ഇവർ ആകെ വേറൊരു വഴിയില്ലാതെ ഒരു വീട്ടിൽ ഒരു പോളി ഫർണിഷ്ഡ് പ്രൈവറ്റ് റൂംസ് റെൻറ്റിനെടുക്കാൻ എന്ത് ചെയ്തു? ഫോഴ്സ്ഡായി. ഈ ഒരു വീട്, ഇവർ റൂം റെൻ്റ് എടുക്കുന്ന ആ ഒരു വീടെന്ന് പറഞ്ഞാൽ മിസ്റ്റർ ഹോൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീടാണ്. മിസ്റ്റർ ഹോൺ എന്ന് പറയുന്നത് ഒരു ഹാഫ് വൈറ്റും ഹാഫ് നേറ്റീവ് ആയിട്ടുള്ള ഒരു ട്രേഡറാണ്. ട്രാവലേഴ്സിന് ആർക്കും ഐലൻഡ് വിട്ട് പോകാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ടൈമെല്ലാം അവർ ഒരുമിച്ചാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മിസ്റ്റർ ഡേവിഡ്സൺ പറയുന്നത് വെച്ചാൽ ഇയാൾ ആദ്യമായിട്ട് പസഫിക്കിൽ പോയി സ്റ്റേഷൻ ചെയ്തപ്പോൾ അയാൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തുമാത്രം ഹാർഡ് വർക്ക് അയാൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അയാൾ പറയുന്നത് വെച്ചാൽ അയാളുടെ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യരിൽ, പസഫിക്കിലെ മനുഷ്യരുടെ ഉള്ളിൽ ഒരു ഫീലിംഗ് ഓഫ് സിൻ, അല്ലെങ്കിൽ സെൻസ് ഓഫ് സിൻ, അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഒരു പാപബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തനിക്ക് കഴിഞ്ഞു എന്നതാണ് തൻ്റെ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻ്റ് ആയിട്ട് അയാൾ പറയുന്നത്. അയാൾ പറയുന്നത് വെച്ചാൽ അവിടുത്തെ ആൾക്കാർ അയാൾ ചെല്ലുന്നതിന് മുന്നേ ഇതെല്ലാം, ഈ അവർ ചെയ്തുകൊണ്ടിരുന്ന കസ്റ്റമെല്ലാം നാച്ചുറൽ ഹ്യൂമൻ ബിഹേവിയർ ആണെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ടാണ് അവരെ ഇതൊരു പാപമാണ് എന്ന് കൺവിൻസ് ചെയ്തിട്ട് പാപബോധം അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഇനി നമ്മൾ കാണുന്ന ഈവനിങ് ആണ്. ഒരു ദിവസം ഈവനിങ്
അവിടെ എന്ത് ചെയ്യാണ്, ഡേവിഡ്സനും മാക്ഫെൽസും എന്താണ് 2 കപ്പിളും കൂടി ഇരുന്ന് ഡിന്നർ കഴിക്കുകയാണ്. അപ്പോഴേക്കും അവർ ഒരുപാട് സൗണ്ട് കേൾക്കുന്നുണ്ട് താഴത്തെ റൂമിൽ നിന്ന്. സൗണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രാമഫോണിൻ്റെ സൗണ്ടും അതുപോലെ ഗ്ലാസ്സുകൾ ക്ലിങ്ക് ചെയ്യുന്ന സൗണ്ടും ഒക്കെ കേൾക്കുന്നുണ്ട്. ഈ താഴത്തെ റൂമിൽ താമസിക്കുന്നത് മിസ് തോംസൺ ആണ്. ആഫ്റ്റർ എ വൈൽ മിസ്റ്റർ ഡേവിഡ്സൺ പറയുന്നുണ്ട് ഇവർ സ്റ്റീമറിൽ കയറിയത് ഹോണോലുലു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണെന്നും അതുകൊണ്ട് തന്നെ ലെവ്ലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നുള്ള ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കാം ഇവരെന്നും പറയുന്നുണ്ട്. ഈ പറയുന്ന സ്ഥലം ഒരു റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ് ഇവരെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അയാൾ പറയുന്നത് വെച്ചാൽ അവരുടെ ആ ഒരു ട്രേഡ് അവർ ഈ ഷിപ്പിനകത്തും വെച്ച് നടത്തുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മിഷണറി കപ്പലിന് സ്വാഭാവികമായിട്ടും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പെട്ടെന്ന് താഴത്തെ റൂമിലേക്ക് റഷ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ ചെന്നിട്ട് ഗ്രാമഫോണൊക്കെ വലിച്ചെറിയുന്നുണ്ട്. പക്ഷേ ഇവരവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻ്റർവെൻഷൻ കാരണം വേറെ ഒന്നും സംഭവിക്കുന്നില്ല. അവരെന്ത് ചെയ്തു, ഇവരെ പിടിച്ച് പുറത്താക്കിയിട്ട് അവരുടെ പാർട്ടി കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ദിവസം ഡിന്നറിൻ്റെ സമയത്ത് മിസ്റ്റർ ഡേവിഡ്സൺ അവിടുത്തെ ഒരു സമോൻ ഗേളിനോട് പറയുന്നുണ്ട് എനിക്ക് ഈ പറയുന്ന മിസ് തോംസണുമായിട്ടൊരു അപ്പോയിൻമെൻറ്റ് സെറ്റ് ചെയ്ത് തരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇയാൾ പോയിട്ട് അവരെ എന്ത് ചെയ്യുന്നുണ്ട്, വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് റിമൈൻഡ് ഓൾമോസ്റ്റ് ഫോർ an hour. ഏകദേശം 1 മണിക്കൂറോളം ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഇയാൾ പറയുന്നതെന്ന് വെച്ചാൽ അവരൊരു ഈവൽ വുമൻ ആണ് എന്നാണ്. അപ്പോൾ ഇയാൾ പോയ കാര്യം നടന്നിട്ടില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല വഴിക്ക് കൊണ്ടുവരാനാണല്ലോ പോയത്. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ അവരൊരു ഈവൽ വുമൻ ആണെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട് എന്നിരുന്നാലും ഞാൻ വെറുതെ വിട്ടുകൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല, ഞാൻ അവരെ പെർസ്യൂ ചെയ്യുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നീട് ഡോക്ടർ മാക്ഫെൽ അറിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മിഷണറി ഇവർ താമസിക്കുന്ന ആ വീടിൻ്റെ ഓണർ ഉണ്ടല്ലോ, മിസ്റ്റർ ഹോൺ എന്ന് പറയുന്ന ആ ട്രേഡറിനോട് മിസ് തോംസനെ അവരുടെ ഈ കസ്റ്റത്തിൽ നിന്നും ഫോർവേഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടതായിട്ടൊക്കെ ഡോക്ടർ അറിയുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്ന രാത്രി ഡോക്ടറും വൈഫും കേൾക്കുന്നുണ്ട് നമ്മുടെ മിസ്റ്റർ ഡേവിഡ്സൺ ഉറക്കെ പ്രാർത്ഥിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? മിസ് തോംസൻ്റെ സോളിന് വേണ്ടി ഉറക്കെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഇവരെ നന്നാക്കിയിട്ട് അടങ്ങുമെന്ന് പറഞ്ഞിട്ട് തന്നെ നിൽക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ 2 കപ്പിളും കൂടി എന്ത് ചെയ്യാണ്, ഡിന്നർ കഴിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരാൾ കയറി അകത്തേക്ക് വരും. ആരാണ് ആൾ? മിസ് തോംസൺ ആണ്. അവർ എന്ത് ചെയ്യും, ഈ മിഷണറി ഇൻസൾട്ട് ചെയ്യും. എന്നിട്ട് മിഷണറിയോട് ദേഷ്യപ്പെടുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഗവർണറിനോട് എന്നെപ്പറ്റി എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഇവരെ എത്രയും പെട്ടെന്ന് അടുത്ത് തന്നെ വരുന്ന ബോട്ടിൽ കയറി ഇവിടെ നിന്ന് പൊക്കിയോളാൻ എന്ത് ചെയ്തു ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്, ഡീപോർട്ട് ചെയ്യാണ്. ഇനി അടുത്ത് വരുന്ന സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകുന്ന ഒരു ബോട്ടാണ്. 5 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യും, ഇവരെ അതിൽ കയറ്റി വിടും, ഡീപോർട്ട് ചെയ്യും. അപ്പോൾ ഈ മിഷണറി എന്താണ് ഗവർണറിനോട് പറഞ്ഞു കൊടുത്തത് എന്നൊക്കെ ചോദിച്ച് അവർ ദേഷ്യപ്പെടുന്നുണ്ട്. അടുത്ത ദിവസം മിസ് തോംസൺ വയ്യാന്ന് പറഞ്ഞിട്ട് പ്രിറ്റൻഡ് ചെയ്യും. അപ്പോൾ ഡോക്ടർ മാക്ഫെൽ എന്ത് ചെയ്യും, ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി അവളുടെ റൂമിലേക്ക് പോകും. മാക്ഫെലിനോട് സംസാരിക്കണമായിരുന്നു അവൾക്ക്, അതുകൊണ്ടാണ് വയ്യാന്ന് പ്രിറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഡോക്ടറിനോട് അവൾ ചോദിക്കുന്നത് നിങ്ങൾ ആ മിഷണറിയോടൊന്ന് സംസാരിക്കുമോ, ഞാൻ ഇന്ന് രാത്രി കൂടി ഇവിടെ നിന്നോട്ടെ, എന്നെ നിൽക്കാൻ അനുവദിക്കുമോ എന്നൊന്ന് ചോദിക്കുമോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് സിഡ്നിക്ക് പോകുന്ന ബോട്ടിൽ കയറാം, അവിടെയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ജോബ് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ മാക്ഫെൽ അപ്പം തന്നെ പറയുന്നുണ്ട് അയാൾ സമ്മതിക്കത്തില്ല, പക്ഷേ എന്നിരുന്നാലും ഞാൻ ചോദിച്ചു നോക്കാമെന്ന് പ്രോമിസ് ചെയ്യുകയാണ്. അപ്പോൾ മാക്ഫെൽ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അയാൾ സമ്മതിച്ചില്ല, മിഷണറി സമ്മതിച്ചില്ല അവരവിടെ നിൽക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറയുകയാണ് മിസ് തോംസന് വേണ്ടിയിട്ട് ഞാൻ ഗവർണറെ കണ്ട് സംസാരിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ഗവർണർ നമ്മുടെ ഡോക്ടറിൻ്റെ പോയിൻ്റ് കേൾക്കുന്നുണ്ട്, പക്ഷേ അയാൾ റിഫ്യൂസ് ചെയ്യുകയാണ്. അയാൾ പറയുന്നത് വെച്ചാൽ ഓൾറെഡി കൊടുത്ത ഒരു ഓർഡർ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിന് വേറൊരു കാരണമുണ്ട്. നമ്മുടെ ഡേവിഡ്സൺ എന്ത് ചെയ്തിട്ടുണ്ട്, ത്രെട്ടൻ ചെയ്തിട്ടുണ്ട് ടു കംപ്ലയിൻറ്റ് അബൌട്ട് ഹിം, എവിടെ വെച്ചിട്ട്, ബാക്ക് ഇൻ വാഷിങ്ടൺ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഗവർണർ ഓർഡർ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഈവനിങ്ങിൽ ഡിന്നറിന് ശേഷം മിസ് തോംസൺ പോയി മിസ്റ്റർ ഡേവിഡ്സനെ കാണും. എന്നിട്ട് ഈ മിഷണറിയോട് ബെഗ് ചെയ്യും, അവൾ എന്നെ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പറഞ്ഞയക്കരുത് എന്ന് പറഞ്ഞിട്ട് ബെഗ് ചെയ്യും. കാരണം അവിടെ പോയാൽ അവൾക്ക് 3 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്തതിന് വേണ്ടിയിട്ട്. ഇയാൾ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ എന്തായാലും നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന മിസ് തോംസൺ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്നുണ്ട്. ഡോക്ടർ അവളെയും കൂട്ടിയിട്ട് അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അയാൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ മിഷണറി എല്ലാവരോടും പറയുന്നതാണ് അയാൾ കേൾക്കുന്നത്. എന്താ പറയുന്നത്, യങ് വുമൻ്റെ സോളിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാവരോടും ആവശ്യപ്പെടുന്നതാണ് ആര് കേൾക്കുന്നത്, ഡോക്ടർ കേൾക്കുന്നത്.
ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് മിസ് തോംസൺ ആകെ മാറിപ്പോകുന്നതാണ്. അവർ അപ്പത്തറ്റിക് ആവുന്നുണ്ട്. അവർ പിന്നീടുള്ള ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ബൈബിൾ വായിച്ചും ഈ മിഷണറിയുടെ ഒപ്പം പ്രാർത്ഥിച്ചിട്ടുമൊക്കെയാണ്. ഇത് കാണുന്ന മിഷണറിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവും. അയാൾ എന്ത് ചെയ്യും, ഇവരെ ഈ ഒരു യങ് വുമൻ എന്ത് ചെയ്യും, ഗൈഡ് ചെയ്യും ത്രൂ റിപ്പൻഡൻസ്. മിസ് തോംസനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ മോശമാണ്. അവരിപ്പോൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരാതെ പെട്ടെന്ന് പണിഷ്മെൻറ്റ് നടന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ്. കാരണം എന്ന് വെച്ചാൽ അതൊരു എസ്കേപ്പാണ്. എന്തിൽ നിന്നുള്ള എസ്കേപ്പാണ്? എസ്കേപ്പ് ഫ്രം ദ ഇൻടോളറബിൾ ആങ്ക്വിഷ് ഓഫ് വെയിറ്റിംഗ്. ഇങ്ങനെ പണിഷ്മെൻറ്റ് കിട്ടും എന്ന് ഉറപ്പായതിന് എന്നാണെന്ന് നോക്കിയിരിക്കുന്നതിനേക്കാളും പെട്ടെന്നായെങ്കിൽ മതിയായിരുന്നു എന്നവർ ചിന്തിക്കുന്ന ഒരവസ്ഥയെത്തി. വെതർ ഭയങ്കര മോശമായിരുന്നു. മഴ പെയ്യുന്നതാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പോകുമ്പോൾ മൺഡേ മിസ് തോംസൺ ഒരു കോൾ വരുന്നുണ്ട്. ആ കോളിൽ അവൾ അറിയിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ റെഡി ആയിരിക്കണം, നാളെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാം, നാളെ 11 മണിയാകുമ്പോഴേക്കും റെഡി ആയിരിക്കണം പോകാൻ വേണ്ടിയിട്ട് എന്നാണ് ഈ കോളിൽ അവളെ അറിയിക്കുന്നത്. അന്ന് മിഡിൽ ഓഫ് ദ നൈറ്റിൽ നമ്മുടെ മിസ്റ്റർ ഹോൺ വന്നിട്ട് ഡോക്ടർ മാക്ഫെയിലിനെ വിളിച്ചുണർത്തുന്നുണ്ട്. എന്നിട്ട് ഷോറിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഷോറിൽ വേറെയും കുറേ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇയാളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ വകഞ്ഞു മാറ്റി നോക്കുമ്പോൾ ഡോക്ടർ കാണുന്നത് നമ്മുടെ മിഷണറി ഡേവിഡ്സൻ്റെ ഡെഡ് ബോഡിയാണ്. അയാളെ കഴുത്തറുത്തിരിക്കുന്നുണ്ട്. വിത്ത് ഹിസ് ത്രോട്ട് കട്ട് ഫ്രം ഇയർ ടു ഇയർ. ആ കട്ട് ചെയ്യാൻ യൂസ് ചെയ്ത റേസർ അയാളുടെ വലത്ത് കയ്യിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് അയാൾ എന്ത് ചെയ്തു, സൂയിസൈഡ് ചെയ്തതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഡോക്ടർ മാക്ഫിൽ അയാളുടെ വൈഫിനോട് പറയുന്നത് ഈ ഭർത്താവിൻ്റെ മരണ വാർത്ത മിസ്സസ് ഡേവിഡ്സനെ അറിയിക്കാനാണ്. അപ്പോൾ അറിയിക്കുമ്പോൾ മിഷണറി വൈഫിന് മരിച്ച ഹസ്ബൻഡിനെ കാണണം എന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ മാക്ഫിൽസ് കൂടെ പോകുന്നുണ്ട്. അവരുടെ കൂടെ മോർച്ചറി പോയി അവർ ഹസ്ബൻഡിനെ കണ്ടു. എന്നിട്ട് അവർ തിരിച്ചു വരുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് ഗ്രാമഫോൺ ഭയങ്കര ഒച്ചത്തിൽ പ്ലേ ചെയ്യുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. അവരകത്ത് കയറി നോക്കുമ്പോൾ മിസ് തോംസണെയാണ് കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടൊരു സ്ത്രീയെ ആയിരുന്നില്ല അവർ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലോത്ത്സൊക്കെ വെയർ ചെയ്തിട്ട് ഒരു സെയിലറുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഈ ഒരു കാഴ്ച കണ്ട ഉടനെ മിസ്സസ് ഡേവിഡ്സൺ എന്ത് ചെയ്യാണ്, മിസ് തോംസൻ്റെ നേരേക്ക് സ്പിറ്റ് ചെയ്യാണ്, തുപ്പുകയാണ്. ന്യൂലി വിഡോഡായ ഈ വുമൻ എന്ത് ചെയ്യാണ്, അപ്സ്റ്റേഴ്സിലേക്ക് ഓടി കയറുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഡോക്ടറാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ഇവളുടെ റൂമിലേക്ക് പോയിട്ട് ആ ഒരു ഗ്രാമഫോൺ റെക്കോർഡ് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൾ ചോദിക്കുന്നത്, എൻ്റെ റൂമിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, വാട്ട് ദ ഹെൽ ഈസ് ഹി ഡൂയിങ് ഇൻ ആ റൂം എന്നാണ് എന്ത് ചെയ്യുന്നത് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഡോക്ടർ മാക്ഫിൽ ആകെ കൺഫ്യൂസ്ഡ് ആവും. ഈ സമയത്ത് മിസ് തോംസൺ എക്സ്ക്ലൈം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൾ മെൻ ആർ ദ ഷെയിം, ദേ ആർ ഓൾ പിഗ്സ് എന്നാണ്. അപ്പോൾ ഡോക്ടർ ഗ്യാസ്പ് ചെയ്യും ഇത് കേട്ടിട്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നത് എന്താണ്, ഷീസ് റെഫറിങ് ടു ഡേവിഡ്സൺ എന്നാണ്. ഡേവിഡ്സണിനെ പറ്റിയാണ് ഇവർ ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.